നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 വട്ടം കേരളം തുടർച്ചയായി ഭരിക്കുന്നത്. 10 വർഷക്കാലം കേരളം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയന്റെ കീഴിൽ കേരളം അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയായിരുന്നു എന്നാണ് UDF-ഉം മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ വിലക്കയറ്റം അടക്കം അക്രമത്തിനും അനീതിക്കും അരാജകത്വത്തിനും അരങ്ങൊരുങ്ങിയ കാലം തന്നെയായിരുന്നു കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്തുള്ള ഭരണം. ഇരുണ്ട കാലം എന്ന് അതിനെ വിശേഷിപ്പിക്കാം എന്നൊക്കെയാണ് UDF പ്രവർത്തകരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്തു തന്നെയായാലും അക്രമത്തിനും അനീതിക്കും അഴിമതിക്കും കുടപിടിച്ച കാലം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലം എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട 1-2 വസ്തുതകളുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില തീരുമാനങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ആ കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലും സേവനങ്ങൾ നൽകാതെ കരിമണൽ ഖനന കമ്പനിയായ CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് പ്രതിഫലമായി മാസപ്പടിയായി പറ്റിയിരുന്നു എന്നുള്ളതാണ് ഒരു കേസ്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഏറെ വലച്ചൊരു കേസ് തന്നെയായിരുന്നു ഇത്. അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ നാട്ടിലുള്ള പല കമ്പനികളും സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മകളുടെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മാസപ്പടി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിരുന്നു എന്നാണ് മാത്യു കുഴനാടൻ MLA അടക്കം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും നിയമസഭയ്ക്ക് പുറത്തും ഇടതുപക്ഷത്തിനെതിരെയും ആരോപണങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് കൃത്യമായ രേഖകളും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ രേഖകൾ നൽകിയത് മാത്യു കുഴനാടനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളായിരുന്നില്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് എന്ന തന്റെ കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതിഫലവും അല്ലെങ്കിൽ സേവനവും നൽകാതെ പ്രതിഫലം പറ്റിയത് എന്നുള്ളത് ഒരു റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ ചൊല്ലി നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വലിയ ബഹളങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ വിഷയത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇടപെട്ട് അന്വേഷണം നടത്തുകയുണ്ടായി. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി അവർ മദ്രാസിലുള്ള അവരുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ ഒപ്പം തന്നെ EDയുടെ അന്വേഷണം വരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നു. അതായത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതിനാൽ കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ വേണ്ടി വരും. അങ്ങനെ ED CMRL കമ്പനിയിലും CMRLന്റെ ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിൽ കണ്ട വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും അന്വേഷണത്തിന് വേണ്ടി വരുന്നു. ആ സന്ദർഭത്തിൽ എക്സാലോജിക് കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രവർത്തനം നിർത്തി എന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണ വിജയൻ കത്തയച്ചിരുന്നത്. എന്നാൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു അവസരം സംജാതമായപ്പോൾ CMRL തന്നെ നേരിട്ട്, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ പ്രേരണയിൽ ഇടപെട്ടുകൊണ്ട് CMRL ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിലും EDയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജിയുമായി പോകുന്നു. എന്നാൽ കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ ആ ഹർജി അപ്പോൾ തന്നെ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുന്നു. ജസ്റ്റിസ് നാഗരത്ന വീണ വിജയന്റെ ആ ഹർജി തള്ളുന്നു. ED അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നതിന് എന്താണ് തെറ്റുള്ളത്? അവരന്വേഷിക്കട്ടെ, കാര്യങ്ങൾ കണ്ടെത്തട്ടെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു. അതായത് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി CMRL നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങിയ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ EDക്ക് അന്വേഷണമായി മുന്നോട്ട് പോകാം. CMRL കൊടുത്തിരിക്കുന്ന സ്റ്റേ ഹർജി നീക്കം ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും EDയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഹർജി നിലനിൽക്കുന്നില്ല. ആ ഹർജി തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. ഫലത്തിൽ വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കിന്റെ അനധികൃത ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വീണ്ടും ED എത്തും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നാട്ടിലുള്ള പല കമ്പനികളും നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മകളുടെ പേരിൽ ഉണ്ടാക്കിയ ഷെൽ കമ്പനികൾക്ക് കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ കിമ്പളം കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. കിറ്റക് സാബു അടക്കമുള്ള പല കമ്പനികളും 2 ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ CMRLന്റേതായി വന്ന കണക്കുൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്.
ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് സമാധാനം പറയേണ്ടതായി വരും. അതായത് ED അന്വേഷിക്കുന്ന ഈ കേസിൽ മുഖ്യമന്ത്രിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കും. EDക്ക് ഇനി മുഖ്യമന്ത്രിയുടെ വസതിയിലോ, അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വസതിയിലോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയന്റെ വസതിയിലേക്കോ, മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ താമസിക്കുന്ന ഇടങ്ങളിലേക്കോ അല്ലെങ്കിൽ EDയുടെ ഓഫീസിലേക്കോ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്താൻ സാധിക്കും. ഇവർ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നിയമ നടപടികളുമായി പോകാൻ സാധിക്കും. ഇനി ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റ് നിയമ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് EDക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ CMRL നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. EDയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. CMRL ഈ ഹർജിയുമായി മുന്നോട്ട് പോകാൻ കാരണം ED ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ഓഫീസിൽ കയറി വന്ന് തങ്ങളുടെ ഓഫീസ് സ്റ്റാഫുകളെയും അല്ലെങ്കിൽ ഓഫീസിന്റെ പ്രവർത്തനയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ നേരം ചോദ്യം ചെയ്യുന്നു, തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു വയ്ക്കുന്നു, തടഞ്ഞു വയ്ക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം ചില സംഭവവികാസങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെയുള്ള നിഗമനത്തിലായിരിക്കാം ഒരുപക്ഷെ CMRLലെ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് സമാന്തരമായി പിന്നെ EDയുടെ അന്വേഷണം എന്തിനു വേണ്ടിയാണ് എന്നാണ് CMRLന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. തീർച്ചയായും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളെ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള CMRLന്റെ കേസിൽ ഉൾപ്പെടെ മറ്റ് 2 ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അവർ കൈക്കൂലിയായി വാങ്ങിയതിന് EDയുടെ അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിനൊടുവിൽ ഇതെല്ലാം സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ വീണ വിജയന് നേരെ നിയമ നടപടികൾ ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ജയിൽവാസം ഉണ്ടാകും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരിക്കും ഇനി ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ഈ കാര്യത്തിലെല്ലാം നേരിട്ടോ നേരിട്ടല്ലാതെയോ ഇടപെട്ടതിനാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്കും EDയുടെ അന്വേഷണം നീണ്ടു ചെല്ലും. അങ്ങനെയെങ്കിൽ പിണറായി വിജയനെയും ഈ കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.